ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആയിരുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ട് സ്കീമിലെ ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനയുടെ 90% പാർട്ടികൾ തിരിച്ചുപിടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോണ്ട് വിവരങ്ങൾ പ്രഖ്യാപിച്ച ദിവസം 2019 ഏപ്രിലിനും 2024 ജനുവരിക്കുമിടയിൽ ഫ്യൂച്ചർ ഗെയിമിംഗ്സ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനി 1368 കോടി രൂപയുടെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ സംഭാവന BJPക്ക് നൽകിയതാകാമെന്നും വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ വിവരമനുസരിച്ച് ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിൻ BJPക്ക് മാത്രമല്ല മറ്റു പാർട്ടികൾക്കും സംഭാവന നൽകിയെന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. പുതിയ കണക്കുകൾ പ്രകാരം ലോട്ടറി രാജാവിന്റെ സംഭാവനയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് 466 കോടി രൂപ സംഭാവന സ്വീകരിച്ച DMK പാർട്ടിയാണ്. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന് 453 കോടിയും YSR കോൺഗ്രസിന് 167 കോടിയും BJPക്ക് 152 കോടിയും ലഭിച്ചു എന്നതാണ് പുതിയ കണക്ക്. സംഭാവനയുടെ കാര്യത്തിൽ BJP 4ാമത്തെ വലിയ കക്ഷിയാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഏറ്റവും പുതിയതും അന്ത്യവുമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ എല്ലാ വിശദാംശങ്ങളും മറച്ചുവെക്കാതെ പരസ്യമാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് SBI എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. 2019 ഏപ്രിൽ 12 മുതൽ 2024 ജനുവരി 24 വരെ ദാതാക്കളെയും സംഭാവന സ്വീകരിക്കുന്ന പാർട്ടികളെയും ബന്ധിപ്പിക്കുന്ന ആൽഫ ന്യൂമറിക് ഡാറ്റ പുറത്തുവിടാൻ സുപ്രീം കോടതി SBIയോട് നിർദ്ദേശിച്ചിരുന്നു. സാന്റിയാഗോ മാർട്ടിൻ വർഷങ്ങളോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിലായിരുന്നു. 2003 തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചെങ്കിലും മാർട്ടിൻ ലോട്ടറി എന്ന പേര് ഇപ്പോഴും പലരും ഓർമ്മിക്കുന്നതാണ്. അതേ തമിഴ്നാട്ടിലെ DMK പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത്. മേൽപ്പറഞ്ഞ 4 പാർട്ടികൾക്ക് പുറമെ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനി കോൺഗ്രസിന് 57 കോടിയും രാഷ്ട്രീയ ജനതാദളിന് 24 കോടിയും ഭാരത് രാഷ്ട്ര സമിതിക്ക് 16 കോടിയും അണ്ണാ DMKക്ക് 15 കോടിയും ബിജു ജനതാദളിന് 10 കോടിയും സിക്കിം ക്രാന്തി മോർച്ച പാർട്ടിക്ക് 7 കോടിയും സംഭാവന ചെയ്തിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്.